ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് മൂന്നാറിലേക്ക് ട്രിപ്പ് പോകുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങളുടെ വണ്ടിയിൽ ഇത്രയും പേർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ട്രാവലർ വിളിച്ചാണ് പോയത്. ഹാപ്പി അല്ലേ? ഇനി മൂന്നാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പച്ചപ്പുള്ള പ്രകൃതി മനോഹരമായ സ്ഥലമാണ് മൂന്നാർ. മൂന്നാറുകളായ മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയുടെ സംഗമ സ്ഥാനമാണ് മൂന്നാർ. അതിവിശാലമായ തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ ചെറുപട്ടണങ്ങൾ, വളഞ്ഞുയർന്ന് താഴ്ന്നു പോകുന്ന പാതകൾ, ഔദ്യോഗിക ആഘോഷത്തിന് യോജിച്ച സൗകര്യങ്ങൾ എന്നിങ്ങനെ മൂന്നാർ എന്ന ഏറെ ജനകീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഞങ്ങൾ മൂന്നാറിൽ ആദ്യമായിട്ട് കാണാൻ എത്തിയ സ്ഥലം ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഇവിടെ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 50 രൂപയും 10 വയസ്സിന് മുകളിലുള്ളവർക്ക് 100 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഇവിടെ പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ ഒരു വർണ്ണ വിസ്മയം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതേകൂട്ട് തന്നെ പ്രകൃതിയെ ആസ്വദിക്കാൻ വരുന്നവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണിത്. അതേകൂട്ട് ഇവിടെ വരുന്നവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിരവധി ഫോട്ടോ പോയിന്റുകളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ണൻ ഡാൻസ് കളിക്കണുണ്ടോ? ഇല്ലേ? ഇല്ല. ഈ വീഡിയോയിൽ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഫുൾ കാണിച്ച് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു ഫോട്ടോ പോയിന്റിലേക്കായിരുന്നു.
അതിമനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നിന്ന് ഫോട്ടോ എടുത്ത ശേഷം ഞങ്ങൾ നേരെ കാന്തല്ലൂരിലേക്കാണ് പോകുന്നത്. കാന്തല്ലൂരാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട് ഉള്ളത്. കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് മാനുകളെയൊക്കെ കാണാൻ സാധിച്ചു. ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞായിരുന്നു പോകുന്ന വഴിക്ക് ആനയൊക്കെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ആനയൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിലെത്തിയപ്പോൾ രാത്രിയായി. ഞങ്ങൾ താമസിച്ച റിസോർട്ടിന്റെ പേര് കാന്തല്ലൂരുള്ള മിർത്ത് വില്ലേജ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് എന്നാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡി ആയിട്ട് റിസോർട്ടിന് താഴെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. ആ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പോയി. അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു ഇത്. കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിലെ മിർത്ത് റിസോർട്ടിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് മറയൂർ ശർക്കരയുടെ ഫാക്ടറി കാണാനാണ്. ഞങ്ങളുടെ അടുത്ത സ്പോട്ട് ഇരവികുളം നാഷണൽ പാർക്കാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഫോട്ടോ പോയിന്റ് കണ്ട് അവിടെ നിർത്തി ചെറിയ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്.
ജൈവമണ്ഡലമായ ഇരവികുളം ദേശീയോദ്യാനം വംശനാശം ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസ കേന്ദ്രമാണിവിടം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണാനും സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. 2030 ഇനി നീലക്കുറിഞ്ഞി പൂക്കുന്നത്. ഇവിടെ കയറാനുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ളവർക്ക് 150 രൂപയും 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 200 രൂപയുമാണ്. ഇവിടെ കയറാൻ നല്ല തിരക്കായിരുന്നു. ഏകദേശം 40-45 മിനിറ്റ് ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടാണ് ഇവരുടെ ബസ്സിൽ കയറിയത്. മുകളിൽ ഒരു പോയിന്റ് വരെ ബസ് ചെല്ലത്തുള്ളൂ. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നടക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വരയാടുകളെ കാണാൻ സാധിക്കുന്നതാണ്. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയും ഈ ഉദ്യാനത്തിലാണ്. അപൂർവ ഗണത്തിലുള്ള സസ്യജാലങ്ങളാണ് ഇരവികുളത്തിന്റെ സവിശേഷത. മൂന്നാറിനടുത്ത് സഞ്ചാരികൾക്ക് ആഹ്ലാദം പകരുന്ന സ്ഥലങ്ങളായ മാട്ടുപ്പെട്ടിയും കുതിരസവാരിയും ബോട്ടിങ്ങും ഡാമും ഒക്കെ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്.
ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം കണ്ടു കഴിഞ്ഞിട്ട് അടുത്തുള്ള ടീ ഫാക്ടറി, എക്കോ പോയിന്റ്, അതേപോലെ തന്നെ വട്ടവട ഒക്കെ കാണാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയക്കുറവ് മൂലം അത് സാധിച്ചില്ല. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ മൂന്നാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മൂന്നാറിലെ സൂര്യനെല്ലി ഹിൽസിലെ ഒരു ടീ ഫാക്ടറിയുടെയും ഒരു റിസോർട്ടിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.